മണിയേ, മണിക്കുട്ടി, നീ വല്ല ഫാഷൻ പരിപാടിയിൽ പോകണോടി? അങ്ങനെയൊന്നുമില്ല. അല്ല, നീ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നിന്ന് ഇങ്ങനെ നോക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, സ്റ്റൈല് നോക്കുന്നു. ഒന്നുമില്ല. ഒന്നുമില്ലെന്നേ. അല്ലെങ്കിൽ വേണ്ട. ടി വി കേട്ടാ അങ്ങോട്ട് നോക്കിയേ. നോക്ക്, എന്നെ നോക്കിയേ, നല്ലോണം നോക്ക്. എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? കാഴ്ചയിൽ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? കാഴ്ചയിലൊന്നും ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കും തോന്നുന്നില്ല, പക്ഷേ വേറെ ചിലർക്ക് തോന്നിയിത്ര. ഞാനേ അമ്പലത്തിൽ പോയപ്പോ ശ്രീജ ഇല്ലേ? ശ്രീജ അമ്പലത്തിന്റെ പുറകില് താമസിക്കണേ. മധുസാറിന്റെ ഭാര്യ, എഞ്ചിനീയർ. അത് തന്നെ. അല്ല, അവൾക്ക് എന്ത് കുഴപ്പം? അല്ലേ, അമ്പലത്തിൽ വെച്ചിട്ട് എന്നെ കണ്ട്, അപ്പൊ എന്നെ വിളിച്ച് മണിക്കുട്ടിന്ന്. ഞാൻ തിരിഞ്ഞു നോക്കി, എന്താ ശ്രീജ എന്ന് ചോദിച്ചപ്പോഴേ, അല്ല അത് മണിക്കുട്ടി തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണെന്ന്. എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല അത്ര. നിന്നെ കണ്ടിട്ട് മനസ്സിലാവാതിരിക്കാൻ കാര്യം എന്ത്? ഞാൻ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചുപോയി, അതുകൊണ്ട് ആള് മാറിപ്പോയി എന്നൊക്കെ. അല്ല, അവര് വന്നിട്ട് ഒരു 5-6 മാസമല്ലേ ആയുള്ളൂ നമ്മളെ പരിചയപ്പെട്ടിട്ട്. അപ്പോഴും നീ ഇങ്ങനെ തന്നെയല്ലേ? അങ്ങനെയല്ല, ഞാൻ അന്നുള്ളതിനേക്കാളും കുറച്ചും കൂടെ വെയിറ്റ് ഒക്കെ കൂടിയില്ലേ, ചെറുതായിട്ടൊക്കെ. മണി, ഈ പറഞ്ഞ ശ്രീജയ്ക്ക് നിന്നെക്കാൾ വണ്ണമില്ലേ? ഇല്ല, പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഒട്ടുമില്ല. നല്ല മെലിഞ്ഞ് ക്ഷീണിച്ചെന്ന് വെച്ചാൽ നല്ല ഷേപ്പൊക്കെ ആയിട്ട് ഭംഗിയായിട്ടിരിക്കുന്നു. ഇത്രയും പെട്ടെന്ന് ഒരാൾക്ക് എങ്ങനെ വെയിറ്റ് കുറയാൻ പറ്റും? എൻ്റെ അടുത്ത് പറഞ്ഞത് ഡയറ്റ് ചെയ്തും എക്സസൈസ് ചെയ്തു എന്നാണ്. പക്ഷെ നോർമൽ രീതിയിൽ എക്സസൈസും ഡയറ്റൊന്നും ചെയ്ത് ഇങ്ങനെ വണ്ണം കുറയൂല. ഇത് എന്തോന്നോ ഉടായ്പ പരിപാടിയാണ്. മണി, അവര് അതും ഇതൊക്കെ ചെയ്ത് മെലിഞ്ഞെന്ന് പറഞ്ഞ് നീ ആവശ്യമില്ലാത്ത പണിക്കൊന്നും വേണ്ട. നീയേ ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി കേട്ടോ. നീ വണ്ണം കുറയ്ക്കാനായിട്ട് ഇനി വേറെ പണിയൊന്നും നോക്കണ്ട. ഈ പറഞ്ഞത് എന്നോടുള്ള സ്നേഹവും കെയറും കൊണ്ടൊന്നും അല്ല. ഞാൻ എന്തോ കാശ് ചെലവുള്ള ഇടപാടുമായിട്ട് വന്നതാണെന്ന് പേടിച്ചിട്ടല്ലേ? അല്ലേ? നീ എന്തോന്ന് മണി എപ്പോഴും ഒരുമാതിരി സംശയ രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നേ? രവിയേട്ടന്റെ സ്വഭാവം എനിക്കറിയാലോ. കാശ് ചെലവാവണ കാര്യം ആലോചിക്കുമ്പോഴേ ടെൻഷൻ വരുമല്ലോ. പിന്നെ ഇവിടെ കാശൊന്നും ചെലവാവുന്നില്ലല്ലോ. ടെൻഷൻ അടിച്ച് ചെലവാക്കുള്ളൂ അറിയാം. എക്സ്ക്യൂസ് മീ, ഞങ്ങൾക്ക് അങ്ങോട്ട് വരാവോ? പെർമിഷൻ ചോദിച്ചിട്ടേ വരുള്ളൂ. അല്ല, നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വിചാരിച്ചു. അതെ മക്കളെങ്കി വന്നേ, നിങ്ങൾ വന്ന നന്നായി. അമ്മയൊന്നും നോക്കിക്കേ, എന്തേലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. ഇല്ലല്ലോ. ഇത് തന്നെ ഞാനും കുറച്ചു നേരമായിട്ട് ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത്. മക്കളെ, ആ ശ്രീജ ഇല്ലേ അമ്പലത്തിന്റെ അടുത്തുള്ള, അവരമ്മയ്ക്ക് ഭയങ്കര വണ്ണമാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. മാത്രമല്ല, അവരിപ്പോഴും നല്ല മെലിഞ്ഞു ഉണങ്ങി ഷേപ്പൊക്കെ ആയിട്ട് സുന്ദരിയായിട്ടിരിക്കുന്നു. എനിക്ക് അതേപോലെ ആവണം. വർഷങ്ങളാക്കി ഉണ്ടാക്കിയെടുത്ത വണ്ണമാണ്, പെട്ടെന്നൊന്നും കുറയില്ല. 1 മാസം കൊണ്ട് 2 കിലോയൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ചു തരാം. അത്രേ കുറയുള്ളൂ അല്ലേ? എന്നാലും കുറയുമല്ലോ. കുറയും. പിന്നെ സപ്ലിമെന്റ്സ് ഒക്കെ എടുത്താൽ പെട്ടെന്ന് കുറയും. പക്ഷെ അതുപോലെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. നമുക്ക് സ്കിന്നൊക്കെ ബേണിംഗ് സെൻസേഷൻ ഒക്കെ വരും. അപ്പൊ അത് വേണ്ട, നമുക്ക് നാച്ചുറൽ ആയിട്ട് വേണമെങ്കിൽ ഇറങ്ങാം. ഞാൻ തീരുമാനം എടുത്തു, എനിക്ക് വണ്ണം കുറയ്ക്കണം. ഡയറ്റും വർക്കൗട്ടും ചെയ്താൽ നമുക്ക് കുറച്ചെടുക്കാം. ഞാൻ റെഡി. റെഡി ആണല്ലോ? എന്നാ നമുക്കൊരു കൈ നോക്കാം. അമ്മ വണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ലാമ കാണാൻ മെലിഞ്ഞുണെങ്കിൽ ചടപ്പിക്കാതെ ആദ്യം തന്നെ. എനിക്ക് 1 മാസം കൊണ്ട് വണ്ണം കുറച്ച് നല്ല മെലിഞ്ഞ് ഷേപ്പായിട്ട് ആ ശ്രീജയുടെ മുന്നിൽ ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നടക്കണം. എന്നിട്ട് അവളുടെ മുഖത്തൊക്കെ 2 ഡയലോഗ് അടിക്കണം. പിന്നെ പലരും നിരുത്സാഹപ്പെടുത്താനായിട്ട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയും. അതൊന്നും അമ്മ മൈൻഡ് ചെയ്യരുത്. അങ്ങനെയുള്ളവരെ അടുപ്പിക്കുകയേ ചെയ്യരുത്. ഞാൻ പണ്ടേ ഗ്യാപ്പിട്ടു. എന്നാ അമ്മ വാ, നമുക്ക് ഡയറ്റും വർക്കൗട്ടും പ്ലാൻ ചെയ്യാം. എന്താവും തോച്ചാ? എന്താവാൻ? മണി ഒരു തീരുമാനം എടുത്താ പിന്നെ അതിന് പിന്മാറുമോ? ഉറപ്പിച്ചവള്. അവളിനിയിപ്പം ഇവള് പറഞ്ഞ പോലെ തന്നെ കേൾക്കുമല്ലോ. അമ്മേ, ഈ ഡയറ്റ് പ്ലാനിലെ പല ടൈപ്പ് ഡയറ്റ് പ്ലാൻ ഉണ്ട്. കീറ്റോ ഡയറ്റ് ഉണ്ട്, GM ഡയറ്റ് ഉണ്ട്. പക്ഷെ കീറ്റോ ഡയറ്റ് ആണെങ്കിൽ കാർബ് കട്ട് ചെയ്യേണ്ട സംഭവമാണ്. പ്രോട്ടീൻ മാത്രമേ എടുക്കാവൂ. അമ്മ കാർബ് കട്ട് ചെയ്താൽ തല ഇറങ്ങി വീഴും. അയ്യോ, എന്നാ പിന്നെ അത് വേണ്ട, തല കറങ്ങാത്തൊക്കെ മതി. നമുക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റ് മതി. അതാവുമ്പം എല്ലാം കഴിക്കാം. കഴിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി കുറച്ചായിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് റിസൾട്ട് ഇല്ല, പതിയെ റിസൾട്ട് കിട്ടുള്ളൂ. അത് മതി. അപ്പം അതിൽ നോൺ വെജും എല്ലാം കാണും. എടി, നോൺ വെജ് വേണ്ട, വെജിറ്റേറിയൻ ഡയറ്റ് മതി. അതെന്ത്? നോൺ വെജ് കണ്ടു കഴിഞ്ഞാൽ കൺട്രോൾ പോകും. പിന്നെ അതിന്റെ കൂടെ ചിക്കൻ വരുമ്പോൾ ചപ്പാത്തി കഴിക്കണം തോന്നും, മീൻ കാണുമ്പോൾ ചോറ് കഴിക്കണം തോന്നും. കൺട്രോൾ പോകും. വേണ്ട, വെജ് മതി. എഴുതാണേ. അതെ, എന്താ ചെയ്യുന്നേ? അത് ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഡയറ്റ് പ്ലാൻ ചെയ്യാം. ആണോ? ഞാനും കൂടെ ചേരട്ടെ നിങ്ങളുടെ കൂടെ? എന്തോ
ചേരട്ടേന്ന്. ഡയറ്റ് ഡയറ്റ്. ഇപ്പൊ നേരത്തെ ഞാൻ ഡയറ്റ് ചെയ്യാൻ പോണെന്ന് ഇപ്പൊ നീയല്ലേ പിന്തിരിപ്പിക്കാൻ വന്നത്. ഞാൻ വിചാരിച്ചു നിന്റെ വരവ് കണ്ടപ്പം പിന്തിരിപ്പിക്കാൻ വന്നതാണെന്നോ. അയ്യോ അല്ല, പിന്തിരിപ്പിക്കാനൊന്നും വന്നതല്ല, ഞാൻ അത്രക്കാരിയല്ല. ബെസ്റ്റ്. ഞാനും പിന്നെ നിങ്ങളുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഡയറ്റ് ഒക്കെ ചെയ്ത് മെലിയാന്ന് വിചാരിച്ചു. അപ്പൊ എന്നെയും കൂടെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേർക്കാം. ഞാനൊരു കാര്യം പറയാം. നിന്നെ പിന്തിരിപ്പിക്കാന്ന് വിചാരിക്കരുത്. ഈ വക പരിപാടിക്കെല്ലാം ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ പകുതി വഴിയിൽ ഭക്ഷണം കാണുമ്പോഴത്തേക്ക് അതിന്റെ പുറകെ അങ്ങ് പോവല്ലേ. ഇല്ലമ്മ, ഞാൻ വാക്ക് വന്നിരിക്കുന്നു. പിങ്കിയുടെ പ്രോമിസ് ആണ്. പിങ്കിയുടെ പ്രോമിസ് ആയതുകൊണ്ടാണ് പേടി. പ്രോമിസിൽ ഒരു വിലയില്ലാത്ത പെണ്ണാണ് നീ. അങ്ങനെയില്ല അമ്മ, അങ്ങനെ പറയല്ലേ അമ്മ. ഞാൻ വാക്ക് വന്നിരിക്കുന്നു, ഞാൻ തെറ്റിക്കില്ല ഡയറ്റ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉറപ്പ്. എന്താണ് ചർച്ച കൂടിയിരുന്നിട്ട്? ഒന്നുമില്ല. പിന്നെ ഇന്ന് എന്തെങ്കിലും വേണമെങ്കിൽ നന്നായിട്ട് കഴിച്ചോ, നാളെ തൊട്ട് നമുക്ക് ഡയറ്റ് പിടിക്കാം. ഫലൂഡയോ ചിക്കൻ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. വേണ്ട, അതൊന്നും വേണ്ട. വേണ്ടല്ലോ, നേരെ ഡയറ്റ് ഇന്ന് ഇതെല്ലാം കഴിച്ചിട്ടാ ഡയറ്റ് നോക്കാം. അല്ല അച്ഛാ, ഇന്നത്തേക്ക് മാത്രം. നാളെ തൊട്ട് ഡയറ്റ് എടുക്കുകയാണെങ്കിൽ ഇന്നെല്ലാം കഴിക്കാം. അത് വേണ്ട, അങ്ങനെയൊന്നും ഇല്ല. ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ച് ഇന്ന് തൊട്ട് നമ്മൾ തുടങ്ങുന്നു. ഉറപ്പാണ്? ഉറപ്പാണ്, ഞാൻ തീരുമാനിച്ചതാ. ഞാനും തുടങ്ങും. എന്നെ കൊണ്ട് എത്രയൊന്നും പറ്റൂല. നമുക്ക് ഇന്നത്തേക്ക് മതി. അമ്മ നിർത്താം. മതി. അമ്മയ്ക്ക് മതിയായോ? ഞാൻ നിർത്തൂല, എനിക്ക് വണ്ണം കുറയണം പെട്ടെന്ന്. അതാണ് അമ്മ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം കുറയാൻ പോലും അമ്മ കാണൂല. അമ്മ മനസ്സിൽ ആ ശ്രീജയെ വിചാരിക്കണം, അവരെ അങ്ങ് ആവാഹിക്കണം. എന്നിട്ട് അമ്മയെ കളിയാക്കിയത് ഓർത്ത് ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് മോട്ടിവേഷൻ വീണ്ടും വീണ്ടും കൂടി. ഭയങ്കരമായിട്ട് കൂടി. പെട്ടെന്ന് കേക്കല്ലേ അമ്മ, തീർന്നമ്മേരെ ജീവിതമേ. എനിക്ക് എത്രയും പെട്ടെന്ന് വണ്ണം കുറച്ച് നല്ല മെലിഞ്ഞ ഷേപ്പുള്ള സുന്ദരിയായിട്ട് മാറണം. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.